ഓക്കെ, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇതാണ് ബാംബു. ഇത് എന്താണ്? ഇത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ബാംബുവിൻ്റെ ഈ മുളയുടെ താഴെയുള്ള കൂമ്പ് അത് ഇവിടെ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെ സ്വാദിഷ്ടമാണ്, അതുപോലെ തന്നെ പോഷക മൂല്യമുള്ളതുമാണ്. ഇത് മിസോറാം സ്പെഷ്യലാണ്. അതെ അതെ, ഇവിടെ മാത്രം കാണാൻ സാധിക്കുന്നൊരു കാര്യമാണ്. സാറപ്പം ഇതൊക്കെയാണോ കഴിക്കുന്നത് അതോ? അതെ അതെ, ഇവിടെ ഇഷ്ടം സുലഭമാണ്. നമ്മുടെ കേരള ഫുഡും ഇവിടെ ഇതാണ് ഏത്തയ്ക്ക കൊണ്ടുള്ള കറി, ഏത്തയ്ക്കാത്തോരൻ, നാടൻ. എല്ലാം പഠിച്ചു ഒരു കഴിഞ്ഞ 10-25 വർഷമായിട്ട്. ഇത് സാമ്പാറുണ്ട്. അതേ ടേസ്റ്റ്, അതേ പച്ചക്കറികൾ അവിടെ കിട്ടുന്ന എല്ലാ പച്ചക്കറിയും ഇവിടെ കിട്ടും. ചേന മാത്രം കിട്ടുന്നില്ല എന്നുള്ളൊരു അതുണ്ട്. അതെന്താ കാരണം എന്ന് അന്വേഷിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ചേന ഇവിടെ പിടിക്കുന്നില്ല? ബാക്കി കപ്പ, ചേന, കാച്ചിൽ എല്ലാം പച്ചക്കറികളെല്ലാം. ഇവരോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ സാധനങ്ങൾ ഇവർ ഇവിടെ വന്ന് പറഞ്ഞ് എടുത്താൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും കാര്യം. ഈ ചിലതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ പെട്ടെന്നത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത് പിറ്റേ ദിവസവും അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കും. കാരണം 10-20 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവർ. ഡെയിലി എങ്ങനെയാണ്? രാവിലെ എന്തൊക്കെയാണ് കഴിക്കുക? രാവിലെ ചില ദിവസം ഇഡ്ഡലി, ദോശ, പിന്നെ പയർ കിളിപ്പിച്ച് പുഴുങ്ങിയത് അത് മിക്കവാറും ഉണ്ടാവും. പിന്നെ ഉപ്പുമാവ്, പിന്നെ ഉത്തപ്പം. കഴിഞ്ഞാൽ ഇടിയപ്പം, ചില ദിവസം ഇടിയപ്പം ഉണ്ട്. പുട്ടൊരു ദിവസം ഉണ്ടാക്കിയവർ. പുട്ട്, ദോശ, ഇഡലി. കേരളത്തിൽ എന്തോ കിട്ടുമോ അതെല്ലാം ഇപ്പോൾ ഇവർ ട്രെയിൻഡാണ് കാര്യത്തിൽ. അരിയൊക്കെ എങ്ങനെയാണ്? നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുവാണോ അതോ? ഞാനിപ്പോൾ കുറച്ച് അരി അവിടുത്തെ ഒരു പ്രകൃതി ചികിത്സാ വിദഗ്ധൻ, ഒരു പ്രകൃതി കൃഷി, സുഭാഷ് പലേക്കറുടെ ശിഷ്യൻ ഹിലാൽ, അദ്ദേഹം കൃഷി ചെയ്ത ഈ ജൈവ കൃഷി ചെയ്ത് അരി ധാരാളം കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അതാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യാതൊരു വളവും ഉപയോഗിക്കാതെ ഇത് ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടുത്തെ ഫുഡും ട്രൈ ചെയ്യും. ഇവിടുത്തെ അരി നല്ല അരിയാണ്. ഇവിടുത്തെ അരി ഇവിടെ ചക്ക സുലഭമാണ്. ഇവിടുത്തെ ചക്ക ഒരു പ്രത്യേക നിറമാണ്, ഇത്രയും വലിപ്പം ഉണ്ടാവും. ഇത് പഴുത്താണ്. ഇവിടുത്തെ പ്രത്യേകത ഇവിടെ കൂഴയാവും. ചക്കക്കുരു പാകിയാലും അത് കൂഴയാവും. കൂഴയാണ് പൊതുവേ ഉള്ള എല്ലാം കൂഴയാണ്. ഇടയ്ക്ക് വരിക്ക കിട്ടുന്നുണ്ട്, പക്ഷേ അത് വളരെ ദുർലഭമാണ്. പക്ഷെ ഇത് ഉപയോഗിച്ച് അവർ അതുകൊണ്ട് തന്നെ പഴം ആകുന്നതിന് മുമ്പ് തന്നെ കറി വെക്കും. അപ്പം ഇത് പഴുത്തതാണ്. ഇതിന് മുമ്പ് ഇവിടെ ഒരു മലയാളി ഇരുന്നത് കൊണ്ട് കൂടിയാണ് ഇവർക്ക്. അതെ, ഇവിടെ വക്കം പുരുഷോത്തമൻ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഇവർക്ക് വേണ്ട പരിശീലനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം 5 വർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വേണ്ട പരിശീലനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അരി. നല്ല അരിയാണ്, വെള്ള അരി. നമ്മുടെ നാട്ടിലെ പോലെ വലിയ രീതിയിലുള്ള ജൈവവളമാണോ ഇവർ ഉപയോഗിക്കുന്നത്? അതെ അതെ, ഇവിടെ പൊടിയാണ്. ഓക്കെ, ഇതാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാണ്. കൂഴച്ചക്കയാണ്. അതെ. പക്ഷെ ഇതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്, ഈ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി, ഉൽപ്പന്നങ്ങളാക്കി ഇതിനെ മാറ്റുന്നത് പഠിപ്പിച്ചാൽ, സ്കിൽ ഡെവലപ്മെൻറ്റ് ആ ഒരു പരിപാടി ഇവിടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇതിനെ വളരെ പ്രയോജനകരമാക്കി മാറ്റാൻ പറ്റും. സാർ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ മിസോയാണോ അതോ ഹിന്ദിയോ എന്താ പറഞ്ഞിട്ടാണ്? ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ്. ഇംഗ്ലീഷ് അവർക്ക് പതുക്കെ ഇംഗ്ലീഷൊക്കെ അറിയാം. പക്ഷേ കുറേ നാളായില്ലേ അവരിവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ.
അപ്പോൾ പാചകമൊക്കെ നടക്കട്ടെ. ഞങ്ങൾക്ക് എന്തായാലും സാറിന്റെ ഓഫീസ് പ്രവർത്തനം എങ്ങനെയാണ് അതൊന്ന് കാണാൻ നമുക്ക് കാണാം, അങ്ങോട്ടേക്ക് പോവാം. ശരി. ഓക്കെ.